കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവഭക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അപ്പം ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിനോട് ഭക്തിയുള്ള ഒരു മനുഷ്യൻ അവൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അവൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴും, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴും, വീട്ടിലേക്ക് വരുമ്പോഴും, ഒരു ജോലി ചെയ്യുമ്പോഴും എപ്പോഴും അവൻ പ്രാർത്ഥനയോടെ ആയിരിക്കും അത് ആരംഭിക്കുക. ഒരു ദേവാലയം കാണുമ്പോൾ, ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ഭയഭക്തി ബഹുമാന പുരസ്പരം അവൻ പെരുമാറുമെന്നുള്ളതാണ്. അവൻ്റെ സംസാരം, അവൻ്റെ പെരുമാറ്റം ഭക്തി നിർഭരമായിരിക്കും. ദേവാലയത്തിൽ കൈകൂപ്പി നിൽക്കുന്നത് ഒരു ഭക്തിയുടെ അടയാളമാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, സാഷ്ടാംഗം പ്രണമിക്കുന്നത്, ഇതൊക്കെ ഭക്തിയുടെ അടയാളങ്ങളാണ്. ഭക്തി വർദ്ധിക്കുമ്പോൾ അവൻ്റെ ആത്മീയത പ്രകടമാകുന്നത് ഭക്തി അഭ്യാസങ്ങളിലൂടെയാണ്. അപ്പം ദൈവഭക്തരുടെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നത്, ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിനോട് ഭക്തിയുള്ള ഒരു ആത്മാവ് അവൻ്റെ ജീവിതത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവന് ദൈവം മാത്രമേ തുണയുള്ളൂ, ദൈവം മാത്രമേ ആശ്വാസമുള്ളൂ, ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു ആത്മാവ് തൻ്റെ വിശ്വാസം മുഴുവനും ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ മനോഭാവത്തെ ദൈവഭക്തി. അപ്പോൾ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. എന്താണ് ഇനി അതിൻ്റെ ഗുണം? സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ഇതാണ് ദൈവഭക്തരുടെ ഒരു അനുഗ്രഹം, ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആപത്ത് വരുമ്പോൾ ദൈവഭക്തർ പ്രാർത്ഥിക്കണം. ദൈവഭക്തർക്ക് ആപത്ത് വരികയില്ല എന്നല്ല പറയുന്നത്, അവർ പ്രാർത്ഥിക്കണം. അവർ അതിനു മുൻപേ ഒരുങ്ങണം. ആപത്ത് അവരെ തൊടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവശക്തിക്ക് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും, അവർക്ക് ചുറ്റുമൊഴുകിയാലും അതവരെ സ്പർശിക്കുക പോലുമില്ല. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം, ഈ ഒരു ബോധ്യം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളും നമ്മളും ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. അപ്പോൾ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ദൈവഭക്തി വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, കഷ്ടത കര കവിഞ്ഞൊഴുകുമ്പോഴും, പ്രയാസം ഞങ്ങളെ അലട്ടുമ്പോഴും, മാറാ രോഗങ്ങൾ ഒന്നിനു പുറകെ കടന്നു വരുമ്പോഴും, ആപത്തുകളും അനർത്ഥങ്ങളും അത്യാഹിതങ്ങളും ഞങ്ങളെ പിന്തുടരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങൾ കൃപ നൽകണമേ. അത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും തൊടാതെ കടന്നു പോകാനിടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും,
അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.